പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ ഈ സ്കൂളിന്റെ ഭാഗമല്ല ഹിജാബ് എന്നും ആ ഹിജാബ് ധരിക്കാതെ വന്നാൽ മാത്രമേ ഈ സ്കൂളിൽ പഠിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ആട്ടിയിറക്കിയ ശിരോവസ്ത്രം അറിഞ്ഞ് തിരുവസ്ത്രം അണിഞ്ഞ് മതചിഹ്നങ്ങൾ ശരീരമാസകലം മതചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കന്യാസ്ത്രീ, ആ കന്യാസ്ത്രീയുടെ നേതൃത്വത്തിൽ ഈ ഹിജാബ് ധരിച്ചതിന്റെ പേരില്, തലയിൽ തട്ടമിട്ടതിന്റെ പേരില് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കിയപ്പോ ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിൽ ഉയർന്നു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ ശിവൻകുട്ടി പലതരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. കാരണം ശിവൻകുട്ടി ഇത്തരത്തിൽ തട്ടമിട്ട യൂണിഫോം ധരിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ മാത്രമല്ല ചേർത്ത് പിടിച്ചിരിക്കുന്നത്, ഇന്നലെ മറ്റൊരു ചിത്രം കൂടി സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ശിവൻകുട്ടി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുഷ്പലതയുടെയും സഖാവ് സജിയുടെയും മകൻ അമലും ഇബ്രാഹിം സിയുടെയും ആരിഫ പിയുടെയും മകൾ ഡോക്ടർ അഫീഫ തസ്നീമും തിരുവനന്തപുരം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവാഹിതരായി ആശംസകൾ എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് വധൂവരന്മാരുടെ ഫോട്ടോക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ശിവൻകുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആദ്യം ഇതിൽ ഈ പറയുന്ന ശിവൻകുട്ടിയുടെ പോസ്റ്റില് ഇത്തരത്തില് ശിവൻകുട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോസ്റ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല കുട്ടികളെയും ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ ഈ ഒരു ഹിജാബ് വിവാദം ഉയർന്നതിൽ പിന്നെ ശിവൻകുട്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. പക്ഷേ ശിവൻകുട്ടിയുടെ ജീവിത കാലയളവിൽ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാലയളവിൽ, അതല്ലെങ്കിൽ മന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 2022 സെപ്റ്റംബർ മാസത്തില് കോഴിക്കോട്ട് നടക്കാവിലുള്ള പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് ഇത്തരത്തില് ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വന്നിരുന്നു. അന്ന് അവിടെ ഹിജാബ് അണിഞ്ഞ് തല മറച്ച് തട്ടമിട്ട് സ്കൂളിലെത്തിയ വിദ്യാർത്ഥി ഈ ഹിജാബ് ഇവിടെ അനുവദിക്കില്ല എന്ന തരത്തിൽ വിവാദങ്ങൾ ഉയർന്നതിന്റെ പേരിൽ ആ വിദ്യാർത്ഥി ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി മാറി മറ്റൊരു സ്കൂളിലേക്ക് പഠനം മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോ അന്ന് ഈ ശിവൻകുട്ടി ഇതിനെതിരെ എന്ത് നിലപാടാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ശിവൻകുട്ടിയുടെ കാര്യം. ആ വിദ്യാർത്ഥിയുടെ കോഴിക്കോട്ടെ നടക്കാവിലെ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ ഹിജാബ് വിഷയം ഉയർന്നു വന്നപ്പോ അന്ന് ഈ മന്ത്രിയായ 2022 അന്ന് മന്ത്രിയായ ശിവൻകുട്ടിയോട് പരാതിപ്പെട്ട ആ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ പറയുന്ന ശിവൻകുട്ടി കാണിക്കുന്ന തിടുക്കം, ഇന്ന് ഈ ശിവൻകുട്ടി കാണിക്കുന്ന ചേർത്ത് പിടിക്കല്, ഈ ചേർത്ത് പിടിക്കൽ കൊണ്ട് എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ ചേർത്ത് പിടിക്കൽ കൊണ്ട് സ്കൂൾ മാനേജ്മെന്റിന് എപ്പോഴെങ്കിലും ആ കുട്ടി ഹിജാബ് ഇട്ട് വന്നോട്ടെ എന്നുള്ള നിലപാട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോ ഈ ശിവൻകുട്ടിയുടെ നിലപാട് ഈ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഈ ശിവൻകുട്ടിയുടെ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും എന്ത് വിലയാണുള്ളത് എന്ന് മാത്രമല്ല, ഈ ശിവൻകുട്ടി എല്ലായ്പ്പോഴും ഇത്തരത്തിൽ തട്ടമിട്ടിരിക്കുന്ന തലമറച്ച അതല്ലെങ്കിൽ ഹിജാബ് ഇട്ട കുട്ടികളുടെ കാര്യങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധാലുവായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് പറയുന്നത്, ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ശിവൻകുട്ടി ഉണർന്ന് പ്രവർത്തിക്കാറുള്ളൂ എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ശിവൻകുട്ടി അത് ചെയ്യുകയുള്ളൂ. ഇപ്പൊ അത് ചെയ്യുന്നതിന് ശിവൻകുട്ടി അപ്പോ
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ശിവൻകുട്ടി ഇങ്ങനെ നിലപാടെടുക്കുകയുള്ളൂ. ആ നിലപാട് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ശിവൻകുട്ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് കൊണ്ട് ഒരു പ്രതിഫലനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത്? ഈ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു നിലപാട്, ഇപ്പൊ പള്ളുരുത്തിയിലെ സ്കൂളിലെ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി എടുത്തത് എന്താണ് നിലപാട്? ആ കുട്ടിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. ശിവൻകുട്ടിയുടെ നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടും എന്തുകൊണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ, ഈ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ ഇതുപോലെ ഹിജാബ് അണിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവിടെ പഠനം തുടരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവിടെ മാനേജ്മെന്റ് അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയോ? അവര് ഓക്കെ, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, ഓക്കെ, ആ കൊച്ച് തട്ടമിട്ടുകൊണ്ട് തല മറച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ പഠനം തുടർന്നോട്ടെ എന്നൊരു നിലപാട് ആ സ്കൂളിലെ മാനേജ്മെന്റിനെ കൊണ്ട് അവരുടെ നിലപാട് തിരുത്തിക്കാൻ ഈ പറയുന്ന ശിവൻകുട്ടിക്ക് കഴിഞ്ഞോ? പിന്നെ ഇയാൾ എന്തിനാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്? അധികാരമുണ്ടായിട്ടും നിലപാട് ഒന്നാണ്, പക്ഷെ പ്രവൃത്തി മറ്റൊന്നാണ്, അല്ലെ? അത് തന്നെയാണ്. പക്ഷേ ഈ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെയല്ല. അങ്ങനെയും ഉണ്ടൊരു കാര്യം. അപ്പോൾ ഈ നിലപാടുകളിൽ ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലുമില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥിനി ഈ പറയുന്ന പള്ളുരുത്തിയിലെ സ്കൂളിൽ തന്നെ ആ തട്ടമിട്ടുകൊണ്ട് തന്നെ പഠനം പൂർത്തീകരിച്ചേനെ. അതിനുള്ള സാഹചര്യം ഉണ്ടായോ? ഇല്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിലപാട്? ഇനി ഈ നിലപാടുകൾ എല്ലാ കാലത്തും ഇതുപോലെയാണോ നിലപാട് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ 2022 കോഴിക്കോട്ടെ നടക്കാവിലെ പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ഒരു നടപടി ഉണ്ടായപ്പോ അന്ന് ഈ ശിവൻകുട്ടി വാ തുറന്നിട്ടില്ല. അന്ന് ഈ ശിവൻകുട്ടി നിലപാടുകൾ ഉണ്ടായിട്ടില്ല. അന്ന് ശിവൻകുട്ടിയുടെ നട്ടെല്ലുണ്ടായിരുന്നില്ല. എന്നും നട്ടെല്ലില്ല. മനസ്സിലായില്ലേ? ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ട് ശിവൻകുട്ടിയുടെ വാക്കിന് പുല്ലുവിലയാണെങ്കിൽ ഇതിനെ നിലപാടെന്ന് പറയാൻ കഴിയോ? ഇതിന് നിലപാടെന്ന് പറയാൻ കഴിയോ? ഒരിക്കലുമില്ല. അപ്പൊ ശിവൻകുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഈ നിലപാടെടുക്കുന്നത്? അത് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടണം. അവരുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തിനാ? 2 തെരഞ്ഞെടുപ്പുകളാ പടിവാതിൽക്കൽ നിന്ന് വന്നു നിൽക്കുന്നത്. ഒന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. അതിനേക്കാളും വലിയ ഒരു തിരഞ്ഞെടുപ്പ് 2026 വരാൻ പോവുകയാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശിവൻകുട്ടിയുടെ ഈ നിലപാട്. പക്ഷെ ഈ നിലപാടിന് ഈ വള്ളത്തിൽ വളിയിട്ട പോലെ എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ശിവൻകുട്ടിയുടെ നിലപാടിന്റെ അവസ്ഥ. അധികാരമുണ്ടായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ടും ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് പുല്ലുവിലയാണ്. ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് വിലയുണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? പള്ളുരുത്തിയിലെ ആ സ്കൂളിൽ ഈ പറയുന്ന വിദ്യാർത്ഥി അവിടെ തട്ടമിട്ടുകൊണ്ട് പഠനം നടത്തണം എന്നുള്ളത് തന്നെയാണ്. ഈ തട്ടമിടലും ഈ വിദ്യാർത്ഥികൾ തലമറച്ച് വരുന്നതൊന്നും ഇന്നും ഇന്നലെയോ മെനിഞ്ഞാന്നോ ഒന്നും തുടങ്ങിയതല്ല. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാ. അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും അവകാശം തന്നെയാണ്. അതൊന്നും ഹനിക്കാൻ ഇവിടെ ഒരാൾക്കും യാതൊരുവിധ അവകാശവുമില്ല. പ്രത്യേകിച്ച് മതത്തിന്റെ പേരിലുള്ള ശിരോവസ്ത്രവും തിരുവസ്ത്രവും കൊന്തയും കുരിശുമാലയും ഒക്കെ തൂക്കി നടക്കുന്ന, മതങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അതിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്ന, ശരീരമാസകലം അത്തരത്തിൽ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ ഇതിനു മുന്നിൽ നിന്ന് ഇത്തരത്തിലൊരു തലമറച്ചു വന്ന പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർ അവഹേളിച്ചതും അവർ അപമാനിച്ചതും അവരെ തന്നെയാണ്, അവരുടെ വേദഗ്രന്ഥമായ ബൈബിളിനെയാണ്, അവരുടെ വിശ്വാസങ്ങളെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ പറയുന്ന കന്യാസ്ത്രീ തന്നെ ഈ ഒരു കാര്യം വത്തിക്കാനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്ക്. പാപ്പ പോലും ഇവർ എടുത്ത നിലപാടിനൊപ്പം നിൽക്കില്ല എന്ന് മാത്രമല്ല, ഇവരെ ആ തിരുവസ്ത്രം അഴിച്ചു വെച്ച് ഇറങ്ങിപ്പോവാൻ ഇവരോട് മാർപ്പാപ്പ ആവശ്യപ്പെടും. അതല്ലേ സംഭവിക്കുക? നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ കണ്ടോ ഇല്ലേ എന്നറിയില്ല. വത്തിക്കാനിലെ ലൈബ്രറിയിൽ പുതുതായിട്ട് നിസ്കരിക്കാനുള്ള മുറി അനുവദിച്ചിരിക്കുകയാണ് വത്തിക്കാനിലെ ലൈബ്രറിയിൽ. അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? ലൈബ്രറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ
എത്തുന്ന പല മതത്തിൽ വിശ്വസിക്കുന്ന പല ആളുകളുണ്ടാവും. അങ്ങനെ എത്തുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് വത്തിക്കാനിലെ ലൈബ്രറി നടത്തിയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ നാട്ടില് ഒരു തലമറച്ച് വന്നതിന്റെ പേരിൽ ഇതേ വത്തിക്കാനിലെ ലൈബ്രറിക്ക് കീഴിൽ അല്ലെങ്കിൽ വത്തിക്കാനിലെ ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയുടെ സ്ഥാപനത്തിൽ നിന്ന് ആ കുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വിഷയം ഈ പറയുന്ന കന്യാസ്ത്രീ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ഹുങ്കും അതിനപ്പുറം അവര് കപടമായി എടുത്തു വെച്ച് അവരുടെ മുഖത്തെടുത്ത് വെച്ച ചിരിയും ഒക്കെ നമ്മൾ കണ്ടതാ. ആ ചിരിയും ആ ഒരു ഹുങ്കോട് കൂടിയും ഇവർ വത്തിക്കാനിൽ മാർപ്പാപ്പയോടൊന്ന് ചെന്ന് പറയട്ടെ, ഇത്തരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, മുസ്ലിം വിദ്യാർത്ഥി തലമറച്ചതിന്റെ പേരിൽ ആ കുട്ടിയെ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതല്ലെങ്കിൽ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, തലമറച്ചിട്ടാണെങ്കിൽ ഇവിടെ പഠിക്കാൻ പറ്റില്ല, തല മറക്കാതെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിക്കെതിരെ നടപടിയെടുത്തു എന്ന് ഈ കന്യാസ്ത്രീ മാർപ്പാപ്പയോട് ചെന്ന് പറയട്ടെ. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി എന്താണ് നടപടി ഉണ്ടാകുക എന്നറിയോ? ഈ പറയുന്ന ആ കന്യാസ്ത്രീയോട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടേനെ, നിങ്ങൾ ആ തിരുവസ്ത്രം അഴിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം സഭയ്ക്ക് പുറത്തു പോകൂ എന്ന് ആ കന്യാസ്ത്രീയോട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടേനെ. അപ്പോ ഇവരൊന്നുമല്ല ക്രൈസ്തവര്, ഇവരുടെ തീരുമാനങ്ങളുമല്ല ക്രൈസ്തവരുടെ തീരുമാനങ്ങൾ എന്നുള്ളതാണ്.